സംസ്ഥാനത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യവസായ സൗഹൃദമല്ലെന്ന ആക്ഷേപം മാറിയെന്നും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വൻ നേട്ടമുണ്ടായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ഹബ്ബായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മദ്യനിർമ്മാണ പ്ലാന്റ് ആരോപണങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. റബ്ബർ റീപ്ലാന്റിംഗ് സബ്സിഡി 50,000 രൂപയായി ഉയർത്തണമെന്നും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സർ, അതേപോലെ തന്നെ ക്ഷീരസഹകരണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾക്കാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 50 ഫോക്കസ് ബ്ലോക്കുകളെ തെരഞ്ഞെടുത്ത് സർക്കാർ വകുപ്പ് ബജറ്റ് വിഹിതവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതവും പ്രയോജനപ്പെടുത്തി 10,000 ഉരുക്കളെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. സർ, അതേപോലെ 40 തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പാക്കുകയാണ്. അത് ഈ മേഖലയിലെ ഒരു വലിയ കാൽവെപ്പായിരിക്കും. സർ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരളം വലിയ മുന്നേറ്റം നടത്തുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഗ്രഫെയിൻ ഇന്നോവേഷൻ സെന്റർ, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതെല്ലാം ഈ സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യമായതാണ്. സർ, ഓരോ മേഖലയിലും കൈവരിച്ച നേട്ടങ്ങൾ വിശദമായി വിവരിക്കാൻ പുറപ്പെട്ടാൽ വലിയ സമയമെടുക്കും. അതെല്ലാം നയപ്രഖ്യാപന പ്രസംഗത്തിലും മുൻപുള്ള ചർച്ചകളിലും പ്രതിപാദിക്കപ്പെട്ടതായതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സർ, എങ്കിലും ചില കാര്യങ്ങൾ 2016 UDF അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം 34 ലക്ഷത്തിലാണ് ചെയ്തിട്ടുള്ളത്.